ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മൾ രാവിലെ എന്ത് ചെയ്താലും കിട്ടില്ല. ഈ കട്ടൻ ചായയൊക്കെ കൊണ്ട് മുറ്റത്തൂടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് പൂവൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാനൊക്കെ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ. അയ്യോ, എന്ത് രസമാണ്! മുറ്റത്തൂടെ ഇങ്ങനെ നടന്ന് കട്ടൻ ചായയൊക്കെ കുടിക്കുന്നവർക്കറിയാം ഞാൻ പറയുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ. ഒരു രസമാണത്. ഇപ്പോൾ ദാണ്ട് ഈ പൂ നല്ല മണമായിരുന്നേ. കല്യാണ സൗഗന്ധികം എന്നാണ് ഇവിടെയൊക്കെ പറയണത്. നല്ല മണമെന്ന് വെച്ചാൽ നല്ല മണം. ഈ പൂ പൂത്ത് കഴിഞ്ഞാൽ ആ അടുത്തുള്ള എല്ലായിടത്തും ആ മണം തന്നെയായിരിക്കുമേ. നല്ല വൈറ്റ് കളറാണ്. പണ്ട് ഇവിടെ നിറയെ ഉണ്ടായിരുന്നു, ഇപ്പം ഇത്രയേ ഉള്ളൂ. ഈ ചെടി നല്ല ഭംഗിയായിരുന്നു, നല്ല കളറുള്ള പൂവായിരുന്നേ. അപ്പോൾ രാവിലെ എല്ലാ ചെടിയും ഇങ്ങനെ പൂത്തൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. അതിൻ്റെ ഇടയിൽ കൂടി ടാങ്ക് നിറഞ്ഞ് വെള്ളം കളയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേനും അമ്മ ഓഫാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടുത്തെ കാട് കണ്ടിട്ട് നിങ്ങളാരും ഒന്നും പറയാൻ വരണ്ട. വീഡിയോ നടക്കുന്ന സമയമുണ്ട്, കാട് വീഴാൻ സമയമില്ലെന്ന്. ഇന്ന് കാട് വീഴുക, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പം നമ്മൾ കുറച്ച് ദിവസം ഇടയിട്ടാണ് കാട് വീഴുന്നത്. കാരണം കാട് പിഴുതിട്ടും വലിയ കാര്യമൊന്നുമില്ല. മുകളിലത്തെ വിളയിലൊക്കെ നിറയെ കാട് എടുക്കണോണ്ട് തന്നെ കാടെല്ലാം താഴോട്ട് തന്നെ വരും. ഇവിടെ നിറയെ പെട്ടെന്ന് കാട് പിടിക്കും. അതെന്തിട്ടെന്ന് എനിക്കറിയില്ല. എങ്ങനെ നോക്കിയാലും സ്ഥിരം നടക്കുന്ന തറയിൽ കൂടെ ആയാലും നമ്മളെ മുറ്റത്താണെങ്കിൽ പോലും പെട്ടെന്ന് കാട് പിടിക്കും. ചവിട്ടി നടക്കുന്നിടത്ത് അധികം കാട് പിടിക്കില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ നിറയെ കാട് പിടിക്കും. ഈ ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ, നല്ല കളറാണ് കേട്ടോ. നമ്മളിവിടുത്തെ കുഞ്ഞ് പേരയ്ക്ക, ചെറിയ പേരയ്ക്കയാണ് ഇത് നിറയെ വീണ്ടും കാ വന്നിട്ടുണ്ട്, നിറയെ പേരയ്ക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഒരു മധുരവും ഒരു പുളിപ്പൊക്കെ ചേർന്നൊരു ടേസ്റ്റാണ്. നല്ല വിളഞ്ഞ് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ പേരയ്ക്കയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതാണ് നമ്മളെ ചെടിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയാണ് കേട്ടോ. ഓർക്കിഡൊക്കെ നല്ല അടിപൊളിയായിട്ട് വയലറ്റ് കളർ നല്ല പൂ പൂത്തിരിക്കുന്നു. വയലറ്റാണോ? ഈ കളർ നല്ല അടിപൊളിയായിട്ട് പൂത്തിരിക്കുന്നുണ്ടായിരുന്നേ. നല്ല ഭംഗിക്കുന്നതാണ്. ഇത് നമ്മൾ വീട്ടിൻ്റെ ആ മുകളിൽ ചെന്ന് നിന്നിട്ട് നോക്കുമ്പോഴത്തേനും നിറയെ പൂത്തൊക്കെ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. ഈ ചെടിയെന്ന് വെച്ചാൽ ഓണ സമയമാകുമ്പോൾ പൂക്കും. ഒരു 2-3 മാസത്തോളം ആ പൂവിന് ഒരു കേടുപാടും പറ്റാതെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. രാവിലത്തെ കാപ്പി ഇഡ്ഡലിയും സാമ്പാറും കട്ടൻ ചായ ആയിരുന്നേ. അപ്പം നല്ല അടിപൊളി ഇഡ്ഡലി സാമ്പാറായിരുന്നു. അമ്മ നമ്മൾ കഷ്ണം മാറ്റി വയ്ക്കാതിരിക്കും, നല്ല അടിപൊളിയായിട്ട് വേവിച്ചാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് കോവയ്ക്ക അച്ഛൻ വന്നപ്പോഴത്തേനും അച്ഛൻ കോവയ്ക്ക വറുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നേ. അപ്പോൾ പിന്നെ നമ്മൾ പോയി കോവയ്ക്ക വറുക്കുമായിരുന്നേ. നിറയെ കോവയ്ക്ക ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇടാതിരുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ മോന് പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ സ്കൂളിലൊന്നും പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഇത്തിരി ലേറ്റായി എണിച്ചാൽ മതിയല്ലോ. നമ്മൾ ലേറ്റായി എണിച്ച് വന്നാലും മുറ്റത്തൊക്കെ കറങ്ങി അടിച്ച് നടക്കുകയൊക്കെ ചെയ്യും. എന്നാലും അന്നേരം പിന്നെ വീഡിയോ എടുത്ത് അപ്ലോഡൊക്കെ ചെയ്ത് താമസം എടുക്കും. അതുകൊണ്ടാണ് ഇടാതിരുന്നത്. മോന് കുറച്ച് ദിവസം കൊണ്ട് പനിയും യൂറിൻ ഇൻഫെക്ഷനും ഒക്കെ ആയിരുന്നു, ചുമയൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് സ്കൂളിൽ പോകുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. ഇന്ന് ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത്രയും കോവയ്ക്ക ഇട്ടിട്ടുണ്ടായിരുന്നു, കൂടെ 2 പേരയ്ക്കയും. ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.